ഹലോ. അപ്പം നമ്മളെല്ലാം മെയിൻലി ഇപ്പം കോൺസെൻട്രേറ്റ് ആയിരിക്കുന്നത് മെൻസ് IPL-ലാണ്. പക്ഷേ അതേ സമയത്ത് നമ്മുടെ ഇന്ത്യൻ വിമൻ ടീം ഇപ്പം സൗത്ത് ആഫ്രിക്കയിൽ T20 കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ മത്സരം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ത്യൻ ടീം പൊരുതി തോറ്റിരിക്കുകയാണ്. അപ്പം ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഇന്ത്യ ഓപ്പണേഴ്സിൻ്റെ മോശമല്ലാത്തൊരു തുടക്കമാണ് ഓപ്പണേഴ്സിൽ നിന്ന് കിട്ടിയത്. അതായത് 20 ഓവറിൽ ഇന്ത്യൻ ടീം അടിച്ചെടുത്തിരിക്കുന്നത് 157 ഫോർ 7 ആണ് സ്കോർ. അപ്പം ടോപ്പ് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറാണ് അടിച്ചിരിക്കുന്നത് 47 റൺസ് ഓഫ് 33 ബോൾസ്. പിന്നെ രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴും നമുക്ക് റിലേ ചെയ്യാൻ പറ്റിയ ഒരു റിലയബിൾ ആയിട്ടുള്ള പ്ലെയർ, അതായത് നമ്മുടെ ജമീമ റോഡ്രിഗസ്. പുള്ളിക്കാരിയും 36 റണ്ണാണ് സംഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് ഓർഡറിൽ ഓപ്പണിംഗ് ഇറങ്ങിയ ഷെഫാലി വർമ്മ ആസ് ഓൾവേസ് ഒരു എന്താ പറയുക കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള സ്റ്റാർട്ടാണ് ഇന്ത്യക്ക് കൊടുത്തിരുന്നത്. 20 ബോളിൽ 34 റൺസാണ് എടുത്തത്. അപ്പോൾ പുള്ളിക്കാരുടെ കൂടെ ഓപ്പണിംഗ് ഇറങ്ങിയ മന്ദാനയ്ക്ക് ഇത്തവണ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നതാണ് ഒരു നിരാശാജനകമായിട്ടുള്ള കാര്യം. അപ്പം അങ്ങനെ ഒരു ടോപ്പ് ഓർഡർ മന്ദാനയുടെ ഒരു ഫെയിലറാണ് മെയിൻലി ഇന്ത്യയെ ഒരു മികച്ച സ്കോറിൽ എത്തുന്നതിൽ നിന്ന് തടഞ്ഞെന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്ക ആകട്ടെ ലാസ്റ്റ് 19th ഓവറിൽ കളി ചേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കളിയുടെ ഫുൾ ക്രെഡിറ്റ് പോയിരിക്കുന്നത് അവരുടെ സൗത്ത് ആഫ്രിക്കയുടെ ബോളേഴ്സിനും പിന്നെ ബാറ്റിങ്ങിന് ഇറങ്ങി മികച്ച സംഭാവന നൽകിയ ലോറ വോൾഡോട്ടും. പുള്ളിക്കാരി 50 അടിച്ചിരിക്കുകയാണ് ഓപ്പണിങ്ങിൽ ഇറങ്ങിയിട്ട്. പിന്നെ കളി ഫിനിഷിംഗ് വരെ എത്തിക്കാൻ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക ലാസ്റ്റ് ഓവറിൽ കളി ജയിപ്പിച്ചെന്ന് പറയുന്നത് നമ്മുടെ ആനി ഡെക്സന്റെ ഇന്നിങ്സാണ്. അതായത് 34 ബോളിൽ 44 റണ്ണാണ് പുള്ളിക്കാരി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ത്യൻ ബോളേഴ്സിലാകട്ടെ നമ്മുടെ സ്പിന്നർ ശ്രേയങ്ക പാട്ടീൽ 4 ഓവറിൽ 26 റൺസ് വെച്ചിട്ട് 2 വിക്കറ്റ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ വുമൻസ് ടീമിൻ്റെ ഒരു മേജർ പ്രകടനം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം അടുത്ത കളിയിൽ ഇന്ത്യൻ വുമൻസ് ടീം ബൗൺസ് ബാക്ക് ചെയ്ത് ടൂർണമെന്റ് ലെവലാക്കില്ല എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ത്യൻ ടീമിന് ഒരു മികച്ച തുടക്കം ലഭിക്കേണ്ടിയിരിക്കുന്നത് അത്യാവശ്യമാണ്. അതായത് ഷെഫാലി വർമ്മ, സ്മൃതി മന്ദാന ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ഒരു പവർ പ്ലേ എങ്കിലും കഴിഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇന്ത്യൻ ടീമിന് ഒരു 180 അല്ലെങ്കിൽ ഒരു 200 അറൗണ്ട് ടോട്ടൽ കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്കറിയാം വുമൻസ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുമൻസ് ടൂർണമെന്റിൽ ഈ ഒരു 200 ടോട്ടൽ അല്ലെങ്കിൽ ഒരു 180 ടോട്ടൽ എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു ഇന്നിങ്സ് ആണ്. പക്ഷേ നമ്മുടെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് അത്രയും ശക്തമായിട്ടൊരു ഓപ്പണിംഗ് ആണ്. രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 180 അല്ലെങ്കിൽ 200 അറൗണ്ട് ടോട്ടൽ ഇന്ത്യക്ക് പറ്റും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തായാലും നമുക്ക് അടുത്ത മത്സരങ്ങളിൽ കാത്തിരുന്ന് കാണാം ഇന്ത്യക്ക് ബലം മറ്റൊന്നാക്കാൻ പറ്റുമോ, സ്കോർ സീരീസ് ലെവൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു.